അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കുടിയൊഴിപ്പിക്കലിനായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. പട്ടാളത്തിൻ്റെ സഹായവും തേടുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. അമേരിക്ക നാളെ എങ്ങനെയായിരിക്കുമെന്ന സൂചനയാണോ എന്നറിയില്ല. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, അതിനു മുമ്പ് ഒരു കാര്യം അറിയാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ നോർത്ത് കൊറിയയുടെ പട്ടാളം റഷ്യൻ പട്ടാളത്തോടൊപ്പം യുക്രൈൻ യുദ്ധത്തിൽ ചേർന്നു എന്ന വാർത്ത വന്നതിന് ശേഷം ശരിക്കും ഇൻ്റർ കോണ്ടിനൽ മിസൈൽ ഉൾപ്പെടെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം കൊടുത്തു എന്ന രീതിയിൽ വാർത്ത വരുന്നു. വേണ്ടി വന്നാൽ ഒരു തേർഡ് വേൾഡ് വാറിന് തിരശ്ശീല ഉയർത്താൻ താൻ തയ്യാറാണെന്നുള്ള രീതിയിൽ റഷ്യയുടെ ചില പ്രതികരണങ്ങളും കണ്ടു. എന്താണ് ഈ വിവരം? SKN ഇന്ന് രാവിലെയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇന്ന് 1000 ദിവസം പിന്നിടുകയാണ് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്, അമേരിക്കയുടെ ഏതെങ്കിലും ആയുധങ്ങൾ റഷ്യയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വീണാൽ അത് അമേരിക്കയുമായിട്ടുള്ള ഒരു നേരിട്ടുള്ളൊരു യുദ്ധമായിട്ട് കണക്കാക്കുമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. SKN മധു, ഇനി നമ്മൾ പറഞ്ഞ വാർത്തയിലേക്ക്, അതായത് ഈ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കും. കാര്യം അമേരിക്കയ്ക്ക് എന്നും ഉണ്ട ഒരു തലവേദനയാണ് ഈ കുടിയേറ്റക്കാർ. ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ കുടിയേറി കുറച്ചുകൂടെ അത് കഴിയും വിസയൊക്കെ റെഗുലറൈസ് ചെയ്ത് വാങ്ങി അവിടുത്തെ പൗരന്മാരായി തുടരുന്ന കാഴ്ചയുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു അറുതി വെക്കാൻ അദ്ദേഹം ദേശീയ അടിയന്തരാവസ്ഥ വേണമെങ്കിലും പ്രഖ്യാപിക്കും എന്ന രീതിയിലുള്ള വാർത്തയാണല്ലോ വരുന്നത്. ഷോക്കിംഗ് ടു ഇന്ത്യൻ പീപ്പിൾ. SKN ഈ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രധാന വിഷയമായിരുന്നു അനധികൃത കുടിയേറ്റവും അതുമൂലം അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ കേസുകളും. ഇപ്പോൾ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. ഈ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്ന്, ഇതിനായി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും, അതുപോലെ ഈ കൂട്ട ഒഴിപ്പിക്കലിനായി സൈന്യത്തിന്റെ സഹായം തേടുമെന്നും ട്രംപ് പറയുന്നു. SKN ഈ അമേരിക്കയിൽ ദേശീയ അടിയന്തരാവസ്ഥകൾ ഈ അവരുടെ വിവേചനാധികാരത്തിൽ പ്രഖ്യാപിക്കുവാനൊക്കെ US കോൺഗ്രസ് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് വലിയ തോതിൽ അധികാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് ട്രംപിന് തടസ്സമില്ല. ജനുവരി 20 അധികാരം ഏറ്റെടുക്കുന്നതോടെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിന് തുടക്കമിടുമെന്നാണ് ട്രംപ് നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യക്തമാക്കിയത്. എന്നാൽ ഒരു ഡൊമസ്റ്റിക് പോളിസി നടപ്പിലാക്കുവാൻ ഡ്യൂട്ടിയിലുള്ള സൈനികരെ ഉപയോഗിക്കുന്നത് നിയമപരമായി ചലഞ്ച് ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ സേനയായ നാഷണൽ ഗാർഡിനെ ഉപയോഗിക്കുന്നതിൽ എന്നാൽ ബുദ്ധിമുട്ടില്ല. പൊതുസുരക്ഷയുടെ അല്ലെങ്കിൽ മാനുഷിക ശ്രമങ്ങളുടെയൊക്കെ പേരിൽ നാഷണൽ ഗാർഡിന്റെ സഹായം ഇതിനു മുമ്പും US പ്രസിഡന്റുമാർ തേടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ സൈന്യത്തെ ഉപയോഗിക്കുന്നതിന് US കോൺഗ്രസിന്റെ അനുമതി വേണ്ടി വന്നേക്കും. ഇപ്പോൾ ട്രംപ് ക്യാമ്പിന്റെ പ്ലാന് തടങ്കൽ കേന്ദ്രങ്ങൾ നിർമ്മിച്ച് അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ ഈ അമേരിക്കയിലുള്ള കേസിൽ തീരുമാനമാകും വരെ താൽക്കാലികമായി അങ്ങോട്ട് മാറ്റാനാണ് പ്ലാൻ എന്ന് നേരത്തെ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ ഇമിഗ്രേഷൻ പോളിസി അഡ്വൈസർ സ്റ്റീഫൻ മില്ലർ വ്യക്തമാക്കിയിരുന്നു. അപ്പൊ ഈ ദീർഘകാലം തടങ്കിൽ കഴിയുന്നതിന് പകരം മിക്കവരും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുമെന്നാണ് ട്രംപിന്റെ ക്യാമ്പ് കരുതുന്നത്. SKN ഇപ്പോൾ 12 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരാണ് അമേരിക്കയിലുള്ളത്. ഈ കഴിഞ്ഞ 2 വർഷമാണ് ഇത് വലിയ തോതിൽ കൂടിയത്. നിയമപരമായി കുടിയേറ്റം നടത്തിയവര് 47.8 ദശലക്ഷമാണ്. SKN ഓക്കെ മധു, ഒരു കാര്യം കൂടെ, അമേരിക്ക തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് കാലത്തേക്ക് കയറുകയാണ്. ന്യൂയോർക്ക് ന്യൂജേഴ്സിയിലൊക്കെ തണുപ്പ് വന്നോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത്. വേണമെങ്കിൽ തലയും കൂടെ മൂടിക്കൂ, നോക്കണ്ട ഇനി. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. നിഷാദ് പറഞ്ഞു, ഗുഡ് മോർണിംഗ് SKN. നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. CPM-നെ വേണ്ടി നിങ്ങളുടെ ചാനലിൻ്റെ രാഷ്ട്രീയ ബോംബ് എന്താണ് എന്ന് പറഞ്ഞു നിഷാദ് ചോദിക്കുന്നു. നിഷാദ് മാത്രമല്ല, കുറേ ആളുകൾ ചോദിക്കുന്നു നാളെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പ്രത്യേക എന്തെങ്കിലും ബോംബും കൊണ്ട് വരുമോ എന്നുള്ളത്. പൊളിറ്റിക്കൽ ബോംബാണ് ഉദ്ദേശിച്ചത്. പക്ഷേ താങ്കൾ അറിയേണ്ട ഒരു കാര്യം, ഇടതുപക്ഷ പ്രവർത്തകരും സഖാക്കളും ഒക്കെ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞതിൽ കാര്യമുണ്ടപ്പാ. മാത്രമല്ല, നമ്മൾ BJPക്ക് എതിരായിട്ടുള്ള വാർത്തകളും ഈ അടുത്ത കാലം കൊടുത്തു, കോൺഗ്രസിനെതിരായിട്ടുള്ള വാർത്തകളും കൊടുത്തു. വാർത്തകൾ കിട്ടുമ്പോൾ വാർത്തകളെ നമുക്ക് പൊതിഞ്ഞു വയ്ക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ ഈ എന്തെങ്കിലും ഒരു പാർട്ടി ഓർഗൻ പോലൊക്കെ ഇത് പ്രവർത്തിക്കണം. അതൊന്നും അങ്ങനെയൊന്നും പ്രായോഗികമല്ല. എല്ലാ പാർട്ടികളുടെയും വാർത്തകൾ നമ്മൾ സംപ്രേഷണം ചെയ്യും. അത് നമ്മൾ വാർത്തകൾ, ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പം അതിനോടൊരു എന്താ പറയുന്ന നമുക്കൊരു സഹിഷ്ണുത കാണിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കണമെന്നാണ് എനിക്ക് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്.